അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ സുഹൃത്തുക്കളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ വന്നിരിക്കുകയാണ്. മുസ്ലിമീങ്ങളൊക്കെ സന്തോഷിക്കുന്ന ദിവസങ്ങളും മാസങ്ങളുമാണ്. ഏതായാലും പഴയ കാലത്ത് ഒരു പക്ഷി ഉണ്ടായിരുന്നു, കുത്തുംകോട്ടൂരെന്ന് പറയുന്നതിന്. ആ പക്ഷി ആ ഭാഷയിൽ ഇങ്ങനെ ശബ്ദിക്കും. അത് ചില കാലങ്ങളിലേ വരലുള്ളൂ. അതുപോലെ നമ്മളെ സെലഫികളൊക്കെ തൊപ്പിയിട്ട് കണ്ട് പല രംഗപ്രവേശനവും നടത്തിയിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു സെലഫിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം കേൾപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. അന്ന് കേട്ടു നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം. അത് മുജാഹിദുകൾ പറയുന്നതാണ്, വഹാബികൾ പറയുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതില്ല. അപ്പോൾ പല ആളുകൾക്കും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചോ വഹാബികളെ കുറിച്ചോ അതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള തെറ്റിദ്ധാരണകളുള്ള ആളുകൾ വിചാരിക്കും ഇത് അവർ എന്തോ ഒരു താല്പര്യത്തിന് വേണ്ടി പറയുന്നതാണ് എന്ന്. എന്നാൽ നമ്മൾ ചിന്തിക്കുക, അതൊക്കെ വിടുക. മുജാഹിദുകളെ വിടുക, വഹാബികളെ വിടുക, അതേപോലെയുള്ള ആളുകളൊക്കെ നിങ്ങൾ അത്തരം സംസാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെച്ചോളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, സ്വഹാബികൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നോ? അന്ന് ഈ പ്രസ്ഥാനങ്ങളുണ്ടോ? ഇല്ലല്ലോ. സ്വഹാബികളെ നമുക്ക് അംഗീകരിച്ചുകൂടെ? നമ്മുടെ നബിയെ, മുത്തുനബിയെ നമുക്ക് അംഗീകരിച്ചുകൂടെ? സ്വഹാബത്തിനെ നമുക്ക് അംഗീകരിച്ചുകൂടെ? താബിയങ്ങളെയും തബഉ താബിയങ്ങളെയും നമുക്ക് അംഗീകരിച്ചുകൂടെ? മദ്ഹബിന്റെ ഇമാമിങ്ങളെ നമുക്ക് അംഗീകരിച്ചുകൂടെ? മുഹദ്ദിസുകളെയും മുഫസ്സിറുകളെയും നമുക്ക് അംഗീകരിച്ചുകൂടെ? ഇവരാരെങ്കിലും, പൂർവികരായ ഈ പറയപ്പെട്ട ആരെങ്കിലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയാൻ തയ്യാറാവുമോ? അവരെ പോലെ നമുക്കാർക്കെങ്കിലും പ്രവാചകനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? സ്വഹാബത്തെ സ്നേഹിച്ചതുപോലെ, താബിയങ്ങളും തബഉ താബിയങ്ങളും സ്നേഹിച്ചതുപോലെ, പൂർവികരായ ആളുകൾ സ്നേഹിച്ചതുപോലെ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ നബിയെ സ്നേഹിച്ചതുപോലെ നബിയെ സ്നേഹിക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെ ഹദീസുകൾ ക്രോഡീകരിച്ച മഹാന്മാരായ മുഹദ്ദിസുകൾ അവർ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ, പ്രവാചകന്റെ ചര്യയെ സ്നേഹിച്ചതുപോലെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ പിന്നെ അവരാരും അത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അത് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്ന് നമുക്കാർക്കും പറയാൻ ഒരിക്കലും കഴിയില്ല. ഒരല്പമെങ്കിലും അറിവുള്ള ഈമാനുള്ള ആളുകൾക്ക് പറയാൻ കഴിയില്ല. എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടാണ് ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നത് തെറ്റാണ്. ഖുർആനിൽ അതില്ല, ഹദീസുകളിൽ അതില്ല, ഇസ്ലാമിൽ അതില്ല എന്ന് മനസ്സിലാക്കുക. ഹദീസുകളിലുണ്ട് മൗലവി. അതിനു മുമ്പ് സ്വല്പം ചില കാര്യങ്ങൾ പറയുന്നു. 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളോടെ പറഞ്ഞു. ഈ മൗലവി 4 മദ്ഹബിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടോ മൗലവി? ഇല്ല. പിന്നെ എന്താണ് 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ പേരും പറഞ്ഞ് തെർളിയത്തും ചൊല്ലി തൊപ്പിയിട്ട് വന്നുകൊണ്ട് നേരത്തെ പക്ഷി വന്നതുപോലെ നമ്മളെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടിയാണ് ഈ സലഫി ഇങ്ങനെ വന്നിരിക്കുന്നത്. 2ാം വട്ടം ചോദിക്കുന്നു, സഹാബികൾ ചെയ്തത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ മൗലവി? റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത ഘട്ടമെത്തിയപ്പോൾ ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ടു ഇസ്ലാമിൽ. സഹാബത്ത് നടപ്പാക്കി. 916 നമ്പർ ഹദീസായിക്കൊണ്ട് ബുഖാരിയിൽ ഈ ഹദീസുണ്ട്. നിങ്ങളെ പള്ളിയിൽ സലഫി ജുമഅക്ക് 2 ബാങ്കുണ്ടോ? ഖുലഫാഉർ റാഷിദീങ്ങളും സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ കാലം മുതൽ 1300 കൊല്ലം വരെ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും വെള്ളിയാഴ്ച ജുമഅക്ക് ഖുതുബ അറബി ഭാഷയിലാണ്. അതിന് ഖുർആനും ഹദീസും തെളിവുമാണ്. മൗലവി നിങ്ങൾ അത് നടപ്പാക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്തിനാണിത് പറയുന്നത്? നമ്മളെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടിയാണ് ഈ സലഫി ഈ രൂപത്തിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് ഹദീസ് ഉണ്ടോയെന്നൊന്ന് നോക്കി വെക്കുക. മർഹൂം ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ് തന്നെ വരട്ടെ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നിരവധി സ്വഹാബിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് മദിയത്തെ പള്ളിയിൽ നിന്ന് ചൊല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത്, മരണത്തിന് ശേഷമുള്ള ആണ്ടല്ല, ജന്മദിനത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ സഹാബിമാർ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹസ്സൻ ബിൻ സാബിത്ത് ചൊല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും അബൂ ഹുറൈറ തുടങ്ങിയ മഹാന്മാരായ സ്വഹാബിമാരെ പങ്കെടുപ്പിച്ച് ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മദിയത്തെ പള്ളിയിൽ നിന്ന് മൗലിദ് ഓതി. ഹജൗത മുഹമ്മദൽ ഫഅജബ്തു അൽഹു വഇൻദല്ലാഹി ഫിദാകൽ ജസാഉ ഹജൗത മുഹമ്മദൽ ബർറൻ തഖിയാ റസൂലുള്ളാഹി സീമത്തുൽ വഫാഉ. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വങ്ങളും അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയും രണ്ടും കൂടി സമ്മിശ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ്
റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഹസ്സാൻ ബിൻ സാബിത്തും അബൂ ഹുറൈറ തുടങ്ങിയ സ്വഹാബിമാരെ നേതൃത്വത്തിൽ മദീനത്തെ പള്ളിയിൽ നടന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം അതേ സംഭവം നടന്നു. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഉണ്ട് ഈ ഹദീസ്. അപ്പോൾ സഹിഹായ ഹദീസിലുണ്ട് ഇതാണ്. അപ്പോൾ ഈ അസ്സാബിന് സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിയതിനു ശേഷം ഇന്ന് സുന്നികൾ മദ്രസകളിൽ കുട്ടികൾ മദ്ഹ് പാടിയിട്ട് സമ്മാനം കൊടുക്കുന്നത് പോലെ ഈ അസ്സാബിന് സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതപ്പ് സമ്മാനം കൊടുത്തു. അതാണ് സുന്നികളുടെ തെളിവ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഹദീസ് സഹിയായി തന്നെയുണ്ട്. മൗലവിമാർ വഞ്ചിക്കാൻ വേണ്ടി തൊപ്പിയിട്ട് വന്നിരിക്കുകയാണ്. ഇനി വേറെ ഒരു മൗലവി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വലിൽ അല്ല ജനിച്ചിരിക്കുന്നത് എന്നാ പറയുന്നത്. മുത്തുനബിയിൽ വഹാബികൾക്ക് വിശ്വാസമില്ല. കേട്ടു നോക്കിയ സഹോദരന്മാരെ, മൗലൂദിൽ മാത്രമാണോ? പിന്നെ മുഹമ്മദ് നബി ജനിച്ച ദിനം ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബി ആയത് റമദാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഈ സദസ്സിൽ? ഞങ്ങളുണ്ട് മൗലവി. 10,000-കണക്കിന് സുന്നികളുണ്ട്. നിങ്ങളമാരെ കാപട്ട വിശ്വാസമല്ല ഞങ്ങൾക്ക്. എൻ്റെ സുഹൃത്തുക്കളെ, പരിശുദ്ധ റബീഉൽ അവ്വലാണ്. നാളെ 12-ആണ്. ഹബീബായ മുത്തുനബിയുടെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അതിഥിയെ സൽക്കരിച്ചു. ഒരു ദിവസം ആ ഗസ്റ്റിനെ കൊണ്ടുവന്ന് അതിഥിക്ക് വിശ്രമിക്കാനുള്ള പായ വിരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിഥിയെ സ്വീകരിച്ചു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിഥിയെ ഒന്ന് വീക്ഷിച്ചു നോക്കിയപ്പോൾ അതിഥി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരിച്ചു കൊടുത്ത പാഴയിൽ മൂത്രമൊഴിച്ച് എഴുന്നേറ്റ് പോയിരിക്കുന്നു. ഒരക്ഷരവും പറയാതെ മുത്തുനബിയുടെ കൈ കൊണ്ട് അത് വൃത്തിയാക്കുന്ന സമയത്ത് അതിഥി തിരിച്ചു വരുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ കത്തിയുടെ ഉറ ഇവിടെ മറന്നു വെച്ചിരിക്കുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മളാണെങ്കിലും അവനെ ഈ പഞ്ചായത്തിലേക്ക് പോലും അടുപ്പിക്കൂല. ഒരക്ഷരവും പറയാതെ മുത്തുനബി ആ കത്തിയുടെ ഉറ എടുത്തു കൊടുക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, മുത്തുനബിയുടെ ജന്മദിനത്തിൽ നമ്മൾ മതിമറന്ന് റോഡ് ബ്ലോക്കാക്കിക്കൊണ്ടോ മറ്റുള്ളവർ പരിഹസിക്കുന്ന രൂപത്തിലോ നമ്മുടെ പ്രവർത്തനം ആവാൻ പാടില്ല. നമ്മൾ ദീനിലെ ചിട്ടയിലും അതിൻ്റെ എല്ലാ അനുഗ്രഹത്തിലും ആണ് നമ്മളുടെ പ്രകടനവും നമ്മളെ സ്നേഹവും ആവേണ്ടത് എന്ന്